ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സീമാസിലേക്ക് പോകുന്നതാണ്. സീമാസിൽ കർക്കിടക കിഴിവ് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇതിപ്പോൾ കുറേ വർഷമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തമ്മനത്ത് നിന്ന് ഇവിടെ എത്താനായിട്ട് ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം എന്ന് പറയുന്നത് മെട്രോ ആണ്. കാരണം അധികം ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മെട്രോ ആണ് ചൂസ് ചെയ്തത്. കലൂരിൽ നിന്ന് കയറിയിട്ട് ഈ സീമാസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. 5 to 50% ആണ് ഇവിടെ സാരിക്കും എല്ലാത്തിനും തന്നെ ഓഫർ വരുന്നത്. അപ്പോൾ ആദ്യം കണ്ണിപ്പെട്ട സാരി ഈ ബ്ലഡ് റെഡ് കളറിലെ ചെക്സിൻ്റെ ഒരു സാരിയാണ്. ഇതിൻ്റെ ശരിക്കും റേറ്റ് വരുന്നത് 1100 ആണ്. അപ്പം ഇത് 50% ഓഫിൽ കിടക്കുന്ന കാരണം 550 രൂപയാണ്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കളേഴ്സും തന്നെ നല്ല വൈബ്രൻ്റ് ആയിട്ട്, ഇപ്പോൾ ചെക്സ് ആണെങ്കിൽ നല്ല ട്രെൻഡിൽ നിൽക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ എല്ലാ കളേഴ്സും എടുത്ത് ഇങ്ങനെ ഒന്ന് ഇട്ടൊക്കെ നോക്കി ഏതായിരിക്കും നല്ലതെന്ന് നോക്കാനായിട്ട്. ഇത്തവണ ഓണത്തിന് എന്താണെങ്കിലും ചെക്സ് എടുത്ത് നിൽക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ പട്ടുപാവാടയൊക്കെ തയ്ക്കാനായിട്ട് ഇതുപോലത്തെ സാരി എടുത്തു കഴിഞ്ഞാൽ വേർത്താണ്. കാരണം 6 മീറ്ററിന് നമുക്ക് 550 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഒരു മീറ്ററിന് ഏതാണ്ട് 100 രൂപ പോലും വരുന്നില്ല. അപ്പോൾ അങ്ങനെയും ഈ സാരി എടുക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ അടുത്ത ഇതിലോട്ട് പോയി. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് റെഗുലറായിട്ട് ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വരുന്ന കുറേ സാരീസും കണ്ടിരുന്നു. ഇത് കഴിഞ്ഞ വർഷവും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം പുതുമയായിട്ടൊന്നും തോന്നിയില്ല. ഇതിൻ്റെ റേറ്റും എല്ലാം ഞാൻ കൊടുത്തേക്കാം. ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് റേറ്റ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. ഈ ഒരു സാരി എന്ന് പറയുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ എല്ലാത്തിലും തന്നെ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സാരിയാണ്. ഇവിടുത്തെ റേറ്റ് വരുന്നത് 450 ആണ്. പക്ഷേ ഈ ഒരു സാരിക്ക് നമുക്ക് മീഷോയിലൊക്കെ 300 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് ആ സാരിയും ഞാൻ എടുത്തിട്ടില്ല. ഈ കാണിച്ച സാരിയുടെ റണ്ണിങ് മെറ്റീരിയലും അവിടെ ഉണ്ടായിരുന്നു. അതിന് മീറ്ററിന് വരുന്നത് 150 ആണ്. അപ്പോൾ സാരി എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് 6 മീറ്റർ 450 രൂപയ്ക്ക് കിട്ടും. റണ്ണിങ് മെറ്റീരിയൽ ആകുമ്പോൾ 1 മീറ്ററിന് 150 രൂപ വരും കേട്ടോ. പക്ഷേ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട്. ഇത്തവണ ഡെയിലി വെയർ സാരീസ് അങ്ങനെയുള്ള സാരീസാണ് കൂടുതലും ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പ്രിൻറ്റും കളേഴ്സും വരുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ക്രേപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു മെറ്റീരിയലിൽ വരുന്ന സാരിയാണ്. നല്ല വൈബ്രൻറ്റ് കളേഴ്സും അതുപോലെ തന്നെ നല്ല പ്രിൻറ്റും ആണ്. ഇത് നമുക്ക് സാരി ആയിട്ടും വെയർ ചെയ്യാം. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും കോട്ട് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന സാരീസാണ് കുറച്ചെടുത്ത് കാണിക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയും കൂടി ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ സെറ്റ് സാരി കൊടുത്തിട്ട് മടുത്തവർക്ക് പറ്റുന്ന കുറച്ച് സാരി ഓപ്ഷനും കൂടി കാണിച്ചു തരാം. ഈ ഒരു സാരിയില്ലേ, ഇത് കോട്ടൺ പോലെയൊക്കെ വരുന്ന ഒരു സാരിയാണ്. ഇതും നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 സാരികളാണ് ഞാനിപ്പോൾ കാണിച്ചത്. സീമാസിൻ്റെ പരസ്യം കണ്ടവർക്കറിയാം, ഒരു സാരി എടുത്താൽ ഒരു സാരി ഫ്രീ എന്നവർ പറയുന്നുണ്ട്, 1+1. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ 50% ഓഫ് എന്ന് തന്നെയാണ്. നമ്മൾ ഒരു സാരി എടുക്കുന്ന വിലയ്ക്ക് നമുക്ക് 2 സാരി കിട്ടും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ. അത് കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാനൊന്ന് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ കല്യാണി കോട്ടൺ സാരിയിൽ വൈറ്റ് കളറ് വരുന്ന സാരികൾ അവർ കൂടുതലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളറ് നമ്മുടെ ബോഡിയിൽ വരുന്നതും പിന്നെ നമ്മുടെ ബോർഡറിൽ വരുന്നത് പല പല വ്യത്യസ്ത കളറായിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് സാരി നേരത്തെ പറഞ്ഞ പോലെ ഉടുക്കാൻ എപ്പോഴും ഉടുത്ത് മടുത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോർജറ്റിൽ ഇപ്പോൾ സെറി വരുന്ന സാരീസും കുറേ ട്രെൻഡിൽ നിൽക്കുന്നതാണ്. അപ്പം അതും എടുത്ത് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന നാരായൺപേട്ട് എന്ന് പറയുന്ന ആ ഒരു സാരിയും അവർ കുറച്ച് എടുത്ത് ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന ആളുകൾ കൂടുതലും ചോദിച്ച് വരും. അതുകൊണ്ട് അതെടുത്തിട്ട് കുറച്ച് ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സാരി സെക്ഷനിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ചുരിദാർ റണ്ണിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചുരിദാർ സെക്ഷനിലേക്കാണ്. അവിടെ ചെന്നിട്ട് കുറച്ചിങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. എനിക്കിവിടെ റണ്ണിങ് മെറ്റീരിയൽസിൽ കുറച്ചൊരു വ്യത്യാസം തോന്നി പ്രൈസിൽ. കാരണം ഈ ഒരു മെറ്റീരിയൽ ഞാൻ 99 റുപ്പീസിനാണ് പരാഗിയിൽ നിന്ന് വാങ്ങിച്ചത്. അതിനിവിടെ 85 ഉള്ളൂ. അങ്ങനെ കുറച്ച് ഡിഫറൻസ് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് കേട്ടോ. സീമാസിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പോയത് മാക്സിലേക്കാണ്. കാരണം തൊട്ടടുത്താണ്. അപ്പം ഷിവുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ കോട്ട് സെറ്റോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത്. നമ്മൾ മാക്സിൻ്റെ പുറത്തൊന്ന് നോക്കുമ്പോൾ തന്നെ ഈ കിഡ്സ് വെയറിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാർട്ടൂണിൻ്റെ കുറേ പ്രിൻറ്റഡ് നമ്മുടെ കോട്ട് സെറ്റും അതുപോലെ തന്നെ ടീഷർട്ടും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് നോക്കാനാണ് കയറിയത്. ഞാൻ ഇവിടെ നിന്ന് 2 ടീഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്. ഇവരുടെ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോകുമൊന്നുമില്ല. പിന്നെ കുട്ടികൾ പെട്ടെന്ന് വളരുമല്ലോ. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ടീഷർട്ടൊക്കെ വാങ്ങുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടുത്തായിട്ട് മാക്സിൻ്റെ ഷർട്ട് കളക്ഷനിൽ കിഡ്സ് ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും ഷർട്ട് കളക്ഷനിൽ കാണുന്ന ഒരു പ്രിൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്ത ഷർട്ട് ആണെങ്കിലും നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2-3 ഞാൻ ഷിവുവിന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെ കണ്ടതുകൊണ്ട് ഞാൻ ടീഷർട്ടാണ് ഇത്തവണ വാങ്ങിച്ചത്. ഷർട്ട് വേണ്ടാന്ന് വിചാരിച്ചു.
അപ്പോൾ പോക്കിമോൻ്റെ ഒക്കെ ഇങ്ങനത്തെ കോഡ് സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ വരുന്നത് 600 ആണ്. രണ്ടും കൂടിയാണ് 600 വരുന്നത്. അത് നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആടി സെയിലിൻ്റെ ഇനിയും കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.